എസ് തലസ്ഥാനത്ത് അങ്ങനെ തലൈവർ എത്തുകയാണ്. അനന്തപുരിയിൽ നരേന്ദ്രൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ തലസ്ഥാന സന്ദർശനത്തിൽ അതീവ സന്തോഷത്തിലാണ് തലസ്ഥാനവാസികൾ. തിരുവനന്തപുരം നഗരത്തിൽ ഇനി വികസനത്തിന്റെ നാളുകളാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അനന്തപുരിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. അനന്തപുരിയുടെ വികസന റിപ്പോർട്ട് പൊതുജന മധ്യത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും ചിലത് പറയാൻ കാണുമല്ലോ. ജനം TV പരിശോധിക്കുന്നു പൊതുജന അഭിപ്രായം. ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് ഡെവലപ്മെന്റ് സിറ്റിയിൽ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, എന്നാലും പറയണതാണ്. ഈ വരവോടുകൂടി ഒരു മുഖ്യമന്ത്രി BJPക്ക് ഉണ്ടാവും. അതൊരു മുന്നേറ്റമായിട്ട് തന്നെ കാണുന്നു. എന്തായാലും ആദ്യം രാജീവ് ചന്ദ്രശേഖർജി വന്നിട്ട് ഒരു മേയർ ഇവിടെ വന്നു. അടുത്തതായി അദ്ദേഹം തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. അതിലൊരു മാറ്റവുമില്ല, ഉറപ്പാണ്. പ്രധാനമന്ത്രിയുടെ വരവ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നു. കേരളത്തിൻ്റെ വികസനം, മെട്രോ ഇതുവരെ നമുക്ക് ആയിട്ടില്ല, അതിനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പുതിയ ബഡ്ജറ്റ് ഉടനെ ഉണ്ട്, അത് കേരളത്തിന് അനുകൂലമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ആശംസകളും പ്രധാനമന്ത്രിക്ക് നമ്മളെ നാട്ടിൽ വരുന്നതിന്. തലസ്ഥാന നഗരിക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം ഇതുവരെയും ഇല്ല തന്നെ. കാരണം ശരിക്കും മറ്റ് സ്ഥലങ്ങൾ പോയി കാണുമ്പോൾ നമ്മളെ തലസ്ഥാനം എന്തേ ഇങ്ങനെയെന്ന് തോന്നിപ്പോകുന്നു. അപ്പോൾ അതിൻ്റെ വികസനം ഒരുപാട് നല്ല പ്രതീക്ഷയുണ്ട്. വന്ദേ ഭാരത് പോലുള്ള മറ്റ് ഇപ്പം ട്രെയിൻ ഇപ്പം കൂടുതലും അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയണമുണ്ട്. അതേപോലെ നഗരത്തിൻ്റെ ശുചിത്വം ഏറ്റവും വലിയ പ്രധാനം. ഇപ്പോഴും ആ ശുചിത്വ മിഷൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നന്നായിട്ട് നടക്കുന്നില്ല. ഇത്രയും കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന LDF UDF ഭരണ സമിതിയുടെ കാലത്ത് ഒരു മാറ്റങ്ങളും ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലത്തെങ്കിലും ആ മാറ്റങ്ങൾ വരണം. ഇപ്പോൾ എനിക്ക് VV രാജേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അത് പാർട്ടി ആരാണെന്നുള്ള അല്ല പ്രശ്നം. ഇവിടെ കോർപ്പറേഷൻ്റെ ഭരണം നല്ല രീതിയിൽ ഭരിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട്. പൊതുജന അഭിപ്രായം അത് തന്നെയാണ്. മാറാത്ത മാറ്റം അത് അനന്തപുരിയിലുണ്ടാകും. ഇനി അനന്തപുരിക്ക് വികസനത്തിൻ്റെ നാളുകളായിരിക്കും. ക്യാമറമാൻ മനോജിനൊപ്പം വീണ, ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നാളെ തലസ്ഥാനത്തെത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. വികസിത അനന്തപുരിക്ക് പ്രധാന സേവകൻ തുടക്കം കുറിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് അനന്തപുരി നിവാസികൾ. നരേന്ദ്രമോദി എത്തുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം വലുതാണെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. വികസന അനന്തപുരി എന്ന വാഗ്ദാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. വികസന പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന BJPക്ക് നരേന്ദ്രമോദിയുടെ വരവ് വലിയ ആത്മവിശ്വാസവും ആവേശവും പകരുകയാണെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ തിരുവനന്തപുരത്തെ NDAയുടെ BJPയുടെ ഭരണം നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ആത്മാർത്ഥമായി രാവും പകലും ഞങ്ങൾ നരേന്ദ്രമോദിയുടെ മുന്നേ മാതൃക സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റെയും ദേശീയ BJP നേതൃത്വത്തിൻ്റെയും ഭാഗത്തുനിന്ന് വളരെ വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2, 3, 4 ഒക്കെ പൊതുയോഗങ്ങളിൽ പശ്ചിമ ബംഗാളിലായിക്കോട്ടെ, ആസാമിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ പ്രധാനമന്ത്രിയും JP നദ്ദാജിയും ഒക്കെ തന്നെ തിരുവനന്തപുരത്തെ വിജയത്തെയും പ്രതീക്ഷയും ഉയർത്തിക്കാട്ടുന്നു. അപ്പോൾ എന്തുമാത്രം അത്രത്തോളം വലിയൊരു സാധ്യതകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി ജനങ്ങളെ നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തെ ജനങ്ങളെയും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെയൊക്കെ ഭരണവും വളർച്ചയും മാറ്റുവാനുള്ള വലിയൊരു പ്രതീക്ഷയിലും പരിശ്രമത്തിലാണ് ഞങ്ങളൊക്കെ. പ്രധാനമന്ത്രിയുടെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അനന്തപുരി. തലസ്ഥാനത്ത് 2 പരിപാടികളിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുക. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ എന്നിവയടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടികൾ നടക്കുക. ജനം, തിരുവനന്തപുരം.